ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ ആദ്യത്തെ വേൾഡ് മാപ്പിംഗ് സെഷനാണ്. ഓക്കെ, ഇപ്പോൾ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് വേൾഡ് മാപ്പിംഗ്, ഇന്ത്യ മാപ്പിംഗ് എല്ലാം കിട്ടും. എല്ലാം നമ്മളൊരു 1 മന്തിൽ തന്നെ കവർ ചെയ്തെടുക്കും. ഓക്കെ, ബാച്ചിലില്ലാത്ത സ്റ്റുഡൻസിന് ജസ്റ്റ് 299 റുപ്പീസ് കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മന്ത്ലി ഒന്നല്ല, ജസ്റ്റ് 299 വരുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വേൾഡ് മാപ്പിംഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ജോഗ്രഫിയിൽ പ്രിലിംസ് എക്സാമിനേഷനിൽ വേൾഡ് മാപ്പിംഗ് എൻട്രീസ് ഒക്കെ ചോദിച്ചു വരാറുണ്ട്. മാപ്പിംഗ് എൻട്രീസ് കൂടുതലും ചോദിച്ചു വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ വേൾഡ് മാപ്പിങ്ങിൽ ഇന്ത്യ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. വേൾഡ് മാപ്പിങ്ങിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, എന്നാലും ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ റോക്കി മൗണ്ടൻസ് കാണാം നോർത്ത് അമേരിക്കയിൽ. അപ്പോൾ ആ മൗണ്ടൻസ് എങ്ങനെയാണ് ഫോം ചെയ്തത്, ഓക്കെ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോ ഉണ്ട്. ഈ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ ബോർഡറിങ് കൺട്രീസ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. ഏതാണ് നോർത്ത് അമേരിക്ക? ഇതാണ് നോർത്ത് അമേരിക്ക. ഓക്കെ, ഇതാണ് നോർത്ത് അമേരിക്ക. ഈ ഒരു ചെറിയ പോർഷൻ ഇതാണ് സെൻട്രൽ അമേരിക്ക ആൻഡ് ഇതാണ് സൗത്ത് അമേരിക്ക. അപ്പൊ അതിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നോർത്ത് അമേരിക്ക ഏതാണ്, സെൻട്രൽ അമേരിക്ക ഏതാണ്, സൗത്ത് അമേരിക്ക ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോർത്ത് അമേരിക്കയിൽ ഏതൊക്കെ കൺട്രീസ് ആണുള്ളത്? നമുക്കിവിടെ കാനഡ കാണാം, ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അലസ്ക, US-ന്റെ ഒരു ടെറിട്ടറി ആണ് ഇത്, അലസ്ക, US സ്റ്റേറ്റ് ആണ് അലസ്ക. പിന്നെ നമുക്കിവിടെ മെക്സിക്കോ കാണാം. അപ്പോൾ മെക്സിക്കോ, കാനഡ, USA, അല്ലേ? ഇനി സെൻട്രൽ അമേരിക്ക നോക്കാം. സെൻട്രൽ അമേരിക്കയിൽ ഉള്ള കൺട്രീസ് WE എന്നെഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, രണ്ട് സൈഡിലും വാട്ടർ ബോഡീസ് ഉണ്ട്, അല്ലേ? അപ്പോൾ വെസ്റ്റിൽ കോസ്റ്റൽ ഏരിയ ഉള്ള കൺട്രി, വെസ്റ്റിൽ കോസ്റ്റൽ ഏരിയ ഉള്ള കൺട്രീസിനെ, അതാണ് ഞാൻ ഇവിടെ W എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ ഈസ്റ്റിൽ കോസ്റ്റൽ ഏരിയ ഉള്ളതിനെ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി വെസ്റ്റിലും ഈസ്റ്റിലും, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോണ്ടുറാസ്. ഓക്കെ, അപ്പോൾ വെസ്റ്റിലും ഈസ്റ്റിലും രണ്ട് സൈഡിലും കടലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? 7 രാജ്യങ്ങളാണ് സെൻട്രൽ അമേരിക്കയിലുള്ളത്. ഏതൊക്കെയാണ്? ഗൗട്ടമല, ബെലീസ്, എൽ സാൽവഡോർ, ഹോണ്ടുറാസ്, നിക്കർഗോവയാണ് ഏറ്റവും വലിയ കൺട്രി. ഓക്കെ, സെൻട്രൽ അമേരിക്കയിൽ. ദെൻ കോസ്റ്ററിക്ക ആൻഡ് പനാമ. ഓക്കെ, അപ്പോൾ ഈ രാജ്യങ്ങൾ എല്ലാം പഠിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും മനസ്സിലാക്കുക. പേര് കേട്ട് കഴിഞ്ഞാൽ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഇനി ഈ സെൻട്രൽ അമേരിക്കയിലെ ഈസ്റ്റിൽ എന്താണ് വരുന്നത്? കരീബിയൻ സീ, അല്ലെ? സെൻട്രൽ അമേരിക്കയുടെ ഈസ്റ്റിൽ നമുക്ക് അവിടെ കരീബിയൻ സീ കാണാം. നോർത്തിൽ എന്താണ്? മെക്സിക്കോ, അല്ലെ? സൗത്തില് കൊളംബിയ ഉണ്ട്. അതുപോലെ വെസ്റ്റില് പസഫിക് മഹാസമുദ്രം, അല്ലെ? പസഫിക് ഓഷൻ ആണ് വെസ്റ്റില് പസഫിക് ഓഷൻ, ഈസ്റ്റില് കരീബിയൻ സീ, സൗത്തില് കൊളംബിയ ആൻഡ് നോർത്തില് മെക്സിക്കോ. ഓക്കെ, അപ്പോൾ സെൻട്രൽ അമേരിക്ക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി സൗത്ത് അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വെസ്റ്റിലുള്ളത് ഏതൊക്കെയാണ്? ചിലി, പെറു, ഇക്വഡോർ, കൊളംബിയ, അല്ലേ? ഇവിടെ ഇതാണ് സൗത്ത് അമേരിക്കയിൽ ഇവിടെ കൊളംബിയ ഉണ്ട്, പെറു ഉണ്ട്, ഇക്വഡോർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ചിലി ഉണ്ട്, അല്ലേ? ചിലി, പെറു, ഇക്വഡോർ, കൊളംബിയ, അല്ലേ? ഇനി ഈസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണുള്ളത്? ബ്രസീൽ, ഉറുഗ്വേ, അർജന്റീന. ബ്രസീലാണ് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കൺട്രി, അല്ലേ? ബ്രസീൽ, അർജന്റീന, ദെൻ ഉറുഗ്വേ ഈസ്റ്റില്. ഇനി നോർത്തിൽ ഏതൊക്കെയാണുള്ളത്? വെനിസുല, ദെൻ ഫ്രഞ്ച് ഗുനിയ, സുരിനാമെ, ഗുയാന, അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ ഇതൊക്കെ കാണാൻ പറ്റും, ഈ രാജ്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ സൗത്ത് അമേരിക്കയിൽ 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ആണുള്ളത്, അതായത് കടലിനായിട്ട് ബോർഡർ ഷെയർ ചെയ്യാത്ത 2 കൺട്രി. ഓക്കെ, കോസ്റ്റൽ ഏരിയ ഇല്ല അതിന്. അങ്ങനെ 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആണ് സൗത്ത് അമേരിക്കയിലുള്ളത്. ഒന്നാമത്തെ ബൊളീവിയ, ദെൻ പെറുഗ്വേ. ഓക്കെ, ബൊളീവിയയും പെറുഗ്വയാണ് രണ്ട് ലാൻഡ് ലോക്ക്ഡ് കൺട്രി. എവിടെ? സൗത്ത് അമേരിക്കയിൽ. നോർത്ത് അമേരിക്കയിൽ നമുക്ക് അറിയാം ലാൻഡ് ലോക്ക്ഡ് കൺട്രി ഇല്ല, അല്ലെ? മെക്സിക്കോ,
കോസ്റ്റൽ ഏരിയ ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ US-ൻ്റെ അലസ്ക ആണെങ്കിലും US ആണെങ്കിലും കാനഡ ആണെങ്കിലും എല്ലാം കടലിനോട് ചേർന്നിരിക്കുന്നതാണ് അല്ലേ. ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് നോർത്ത് അമേരിക്കയിലില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സൗത്ത് അമേരിക്ക ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സൗത്ത് അമേരിക്കയുടെ നോർത്തിൽ ഒരു ഗൾഫ് ഉണ്ട്, ഗൾഫ് ഓഫ് ഡാരിയൻ. ഓക്കെ, ഈ ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സീ അല്ലെങ്കിൽ ഓഷ്യൻ. ഓക്കെ, ഓഷ്യൻ്റെ ലാൻഡിൻ്റെ അടുത്ത് ചേർന്നിട്ടുള്ളതിനെയാണ് സീ എന്ന് പറയുന്നത്. ഈ സീ ലാൻഡിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കർവ് ഔട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഗൾഫ് എന്ന് പറയാം. ഓക്കെ 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 അപ്പോൾ ഗൾഫ് ഓഫ് ഡാരിയൻ നോർത്തിലുണ്ട്. ദെൻ ടെറ ഡെൽ ഫ്യൂഗോ എന്ന് പറയുമ്പോൾ ഒരു ദ്വീപ സമൂഹമാണ്. ഓക്കെ, ആർക്കിപിലാഗോ എന്ന് പറയും, ദ്വീപ സമൂഹമാണ്. സൗത്തിലപ്പോൾ എന്തുണ്ട്? ടെറ ഡെൽ ഫ്യൂഗോ ഉണ്ട്. നോർത്തിൽ ഗൾഫ് ഓഫ് ഡാരിയൻ ഉണ്ട്. ഓക്കെ, വെസ്റ്റിൽ ഏതാണുള്ളത്? വെസ്റ്റിൽ നമുക്കറിയാം, വെസ്റ്റിൽ പസഫിക് ഓഷ്യൻ. ദെൻ ഈസ്റ്റിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രീഫായിട്ട് നോർത്ത് അമേരിക്ക എന്താണ്, സെൻട്രൽ അമേരിക്ക എന്താണ്, സൗത്ത് അമേരിക്ക എന്താണ്, അവിടെയുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോയി അല്ലേ. ഇനി നോർത്ത് അമേരിക്കയിലേക്ക് മാത്രമായിട്ടൊന്ന് കിടക്കണം. നോർത്ത് അമേരിക്കയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഓക്കെ, മൗണ്ടൻ റേഞ്ചസ് ഓഫ് നോർത്ത് അമേരിക്ക. നമുക്ക് അവിടെ 4 മൗണ്ടൻ റേഞ്ച് കാണാം. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് റോക്കി മൗണ്ടൻസ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മലനിരകളാണ് റോക്കി. ഓക്കെ, റോക്കി മൗണ്ടൻസ്, കാസ്കാഡെ മൗണ്ടൻ റേഞ്ച്, അതുപോലെ സെയറ നെവാഡ, അപ്പലാച്ചിയൻ മൗണ്ടൻസ്. അപ്പോൾ ഈ 4 മൗണ്ടൻസ് ഭയങ്കര ഫേമസ് ആണ്. ഇതും 4 എവിടെയാണ്? നോർത്ത് അമേരിക്കയിലാണ്. അതിൽ റോക്കി മൗണ്ടൻസ്, കാസ്കാഡെ, സെയറ നെവാഡ ഒക്കെ വെസ്റ്റിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വെസ്റ്റിലായിട്ടാണ്. ഈസ്റ്റിലുള്ളത് ഏതാണ്? അപ്പലാച്ചിയൻ മൗണ്ടൻ. ഓക്കെ, അപ്പലാച്ചിയൻ മൗണ്ടൻ ആണ് ഈസ്റ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് റോക്കി മൗണ്ടൻസ് എവിടെ തൊട്ട് എവിടം വരെയാണ് സ്ട്രക്ചർ ചെയ്ത് കിടക്കുന്നത് നോക്കാം. റോക്കി മൗണ്ടൻസ് എക്സ്റ്റെൻഡഡ് ഫ്രം നോർത്ത് ടു കാനഡ. ഓക്കെ, കാനഡ നോർത്തിൽ, റോക്കി മൗണ്ടൻസിന് നോർത്ത് എവിടെയാണ്, ഏത് രാജ്യത്താണ് കിടക്കുന്നത്? കാനഡയിലാണ് കിടക്കുന്നത്. സൗത്ത് ന്യൂ മെക്സിക്കോ എന്ന് പറയുമ്പോൾ മെക്സിക്കോയുടെ ഭാഗമല്ല, അത് US സ്റ്റേറ്റ് ആണ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗമാണ് ഏത്? ന്യൂ മെക്സിക്കോ അല്ല. ഓക്കെ, പേരാണ് അങ്ങനെ. അപ്പോൾ റോക്കി മൗണ്ടൻസിന്റെ നോർത്തേൺ റീജിയൻ എവിടെയാണ്? കാനഡയിലും. സദേൺ റീജിയൻ ന്യൂ മെക്സിക്കോ, അതായത് USA കിടക്കുന്നത്. ഓക്കെ, ഇനി അവിടെയുള്ള മേജർ റിവേഴ്സ്, ഇതധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണ്ട, എന്നാലും മനസ്സിലാക്കി വെറുതെ ഒന്ന് വായിച്ച് പോയാൽ മതി. കൊളറാഡോ, മിസൗറി, കൊളംബിയ റിവേഴ്സ്, ലേക്ക് ലൂയിസ്, എമറാൾഡ് ലേക്ക്, ആൽപൈൻ ലേക്ക്. ഓക്കെ, ഇത് എവിടെയാണ്? ഈ കൊളറാഡോ റിവർ US-ലും മെക്സിക്കോയിലായിട്ട് കിടക്കുന്നതാണ്. മിസൗറി US-ൽ മാത്രമാണുള്ളത്. കൊളംബിയ റിവർ കാനഡയെ ആൻഡ് US-ലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. അതുപോലെ ലേക്ക് ലൂയിസ് കാനഡയിൽ, എമറാൾഡ് റിവർ കാനഡയിൽ മാത്രമാണ്. ആൽപൈൻ ലേക്ക് എവിടെയാണ്? കാലിഫോർണിയയിലാണ്, USA. ഓക്കെ, ഇനി അവിടെയുള്ള കുറച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ഇതധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ എഴുതി വെക്കുകയേ വേണ്ട. ഓക്കെ, എന്നാലും പറഞ്ഞു പോവാം. ഗ്ലേഷ്യർ നാഷണൽ പാർക്ക്, യോസെമിറ്റെ നാഷണൽ പാർക്ക്, സിക്വോയ, ജനറൽ ഷെർമൻ ട്രീ ഏറ്റവും വലിയ ട്രീ ആണ്, ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, അത് ഈ സിക്വോയ ആൻഡ് കിങ്സ് കാനിയോൺ നാഷണൽ പാർക്ക്, സിക്വോയ നാഷണൽ പാർക്കിലാണ് ഉള്ളത്, ജനറൽ ഷെർമൻ ട്രീ. പിന്നെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. നമുക്ക് നോർത്ത് അമേരിക്ക വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ, നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു നാഷണൽ പാർക്കാണ്. ഓക്കെ, ഗെയ്സേഴ്സ്, ഹോട്ട് സ്പ്രിങ്, ഇതൊക്കെ എന്താന്ന് നിങ്ങൾ പഠിക്കും. ഓക്കെ, മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടുവെള്ളം ഒക്കെ ഇങ്ങനെ പൊന്തി വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇവിടെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലുണ്ട്. നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ജിയോഗ്രഫി ക്ലാസ്സിൽ പഠിച്ചിരിക്കും. ഓക്കെ, ജിയോമോർഫോളജിയിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകും. ദെൻ ഗ്രാൻഡ് ടെറ്റോൺ നാഷണൽ പാർക്ക്, റോക്കി മൗണ്ടൻ നാഷണൽ പാർക്ക്.
ആൽപൈൻ ടുണ്ട്ര, റോക്കി മൗണ്ടൻ നാഷണൽ പാർക്കിലാണ് ആൽപൈൻ ടുണ്ട്ര ഉള്ളത്. ടുണ്ട്ര എന്ന് പറയുന്നത് ഒരു ബയോമാണ്, ഒരു പ്രത്യേക വെജിറ്റേഷൻ, ക്ലൈമറ്റ്, എനിമൽ ലൈഫ് ഒക്കെ ഉള്ളതിനെയാണ് ഈ ബയോ എന്ന് പറയാം. ദെൻ ബാൻഫ് ആൻഡ് ജാസ്പർ നാഷണൽ പാർക്ക്. ഈ നാഷണൽ പാർക്ക് ഒന്നും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൈമറിലി ഡ്രൈവൺ ബൈ പ്ലേറ്റ് ടെക്ടോണിക് അപ്ലിഫ്റ്റ്മെന്റ്. അതായത് രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്, ഈ രണ്ട് പ്ലേറ്റും കൂട്ടിയിടിക്കുമ്പോൾ ഒരു പ്ലേറ്റ് മുകളിലേക്ക് കയറിപ്പോവും. അങ്ങനെയാണ് നമ്മുടെ റോക്കി മൗണ്ടെയ്ൻസ് ഫോം ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ റോക്കി മൗണ്ടെയ്ൻസ് ഫോം ചെയ്തത്. ദെൻ ഓൾഡസ്റ്റ് റോക്സ് ഇൻ ദ റോക്കീസ് ഡേറ്റ് ബാക്ക് ടു പ്രീ കാംബ്രിയൻ ഇറ. അപ്പോൾ നിങ്ങൾക്ക് ഈ റോക്കി മൗണ്ടെയ്ൻസിലുള്ള റോക്സ്, റോക്കി മൗണ്ടെയ്ൻ ഫോം ചെയ്ത കാര്യമല്ല പറയണേ, ഈ റോക്കി മൗണ്ടെയ്ൻസിലുള്ള റോക്സ് പ്രീ കാംബ്രിയൻ എറ വരെ അത്രയും പഴയതാണെന്നാണ് പറയണത്. ഇനി പ്രീ കാംബ്രിയൻ എറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടല്ല, ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ജിയോളജിക്കൽ ടൈം സ്കെയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജിയോമോർഫോളജിയിൽ പഠിക്കും, അപ്പോൾ പഠിക്കുള്ളൂ. അതാണ് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ എർത്ത് ഫോം ചെയ്തില്ലേ, എർത്ത് ഫോം ചെയ്ത് 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുന്നാണ് എർത്ത് ഫോം ചെയ്തത്. അപ്പോൾ അവിടെയും തൊട്ട് ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഒരു അപ്പോൾ 4.5 ബില്യൺ വർഷം മുമ്പാണ് എർത്ത് ഫോം ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒരു പീരീഡ് ആക്കി വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ, പീരീഡ് അല്ല, നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇയോൺ, എറ, പീരീഡ്, എപ്പോക്ക് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാല് ഇയോൺ ആണുള്ളത്. ഏതൊക്കെയാണ്? ഹെയ്ഡൻ, ആർക്കിയൻ, ഫാനറോസോയിക് ആൻഡ് പ്രോട്ടറോസോയിക് ആൻഡ് ഫാനറോസോയിക്. ഇതാണ് 4 ഇയോൺ. ഇത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല, ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം, മുന്നേ തന്നെ ഇടാം. ജിയോമോർഫോളജി തുടങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രീ കാംബ്രിയൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കാംബ്രിയൻ കാണാം. ഈ കാംബ്രിയൻ്റെ മുന്നുള്ള ഈ ഒരു കാലഘട്ടത്തെയാണ് പ്രീ കാംബ്രിയൻ എന്ന് പറയുന്നത്. അത്രയും പഴയതാണ്. അതായത് ഭൂമി ഉണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫോം ചെയ്ത റോക്സ് നമ്മുടെ എവിടെ കാണാൻ പറ്റും? റോക്കി മൗണ്ടെയ്ൻസിൽ കാണാൻ പറ്റും. അത്രയും പഴയ റോക്സ് കാണാൻ പറ്റും. ദെൻ റോക്കി ആർ മെയിൻലി മെറ്റാമോർഫിക് ആൻഡ് ഇഗ്നിയസ്, അല്ലേ? ഇപ്പോൾ ഒരു ലാവ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മാഗ്മ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലാവയായി. ഈ ലാവ കൂളായിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യണേ. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള റോക്സ് പുറത്തുള്ള ടെമ്പറേച്ചറും പ്രഷറും കാരണം മാറ്റം വരും. ഓക്കെ, അങ്ങനെ മാറ്റം വന്ന റോക്സിനെയാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ആ മാറ്റം ഈ പുറത്തുള്ള എക്സ്റ്റേണൽ ടെമ്പറേച്ചറും പ്രഷറും കാരണം ഇപ്പോൾ ഫോം ചെയ്ത റോക്സ് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റാമോർഫിസം എന്ന് കൂടി നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പം അതും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, the most significant phase of mountain building occurred during the Laramide orogeny. orogeny എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയിൻ ബിൽഡിംഗ്. ഓക്കെ, ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ കൂട്ടിയിടിച്ച് ഇങ്ങനെ മൗണ്ടെയിൻ റേഞ്ചസ് ഫോം ചെയ്യണേ മൗണ്ടെയിൻ ബിൽഡിങ്ങിനെയാണ് orogeny എന്ന് പറയുക. ലാറാമേഡ് orogeny എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 to 90 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. ഓക്കെ, അത്രയും പഴക്കമുണ്ട്. ഓക്കെ, ശരിക്കും 60 to 90 മില്യൺ ഇയേഴ്സ് ഓൾഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു ലൈഫ് സ്പാൻ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഓൾഡ് ആണ്. പക്ഷെ ബാക്കിയുള്ള മൗണ്ടെയിൻ റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഓൾഡ് അല്ല. ഓക്കെ, അപ്പോൾ ലാറാമേഡ് orogeny എന്ന് പറയുമ്പോൾ അത്രയും ഓൾഡ് ഒന്നല്ല, എന്നാലും 60 to 90 മില്യൺ ഇയേഴ്സ് മുന്നാണ് നമ്മുടെ റോക്കി മൗണ്ടെയ്ൻസ് ഫോം ചെയ്തത്. ദെൻ ടെക്ടോണിക് ഈവന്റ് കോസ്ഡ് ബൈ സബ്ട്രക്ഷൻ ഓഫ് ഫാർലോം പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഓക്കെ, ഈ ഫാർലോം പ്ലേറ്റ്, ഇതാണ് ഫാർലോം പ്ലേറ്റ് എന്ന് വിചാരിക്കാം, ഇത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഇത് കൂട്ടിയിടിച്ചപ്പോൾ ഈ ഫാർലോം പ്ലേറ്റ് ഈ നോർത്ത് അമേരിക്കൻ പ്ലേറ്റിന്റെ മുകളിലേക്ക് വന്നു, സബ്ഡക്ട് ചെയ്തു. അങ്ങനെ ഫോം ചെയ്തതാണ്. അങ്ങനെ ഫോം ചെയ്ത മൗണ്ടെയിൻ ആണ് നമ്മുടെ റോക്കി മൗണ്ടെയിൻ. ഓക്കെ, ഏതൊക്കെ പ്ലേറ്റ് ആണ് കൂട്ടിയിടിച്ചിട്ടുള്ള? ഫാർലോം പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് നമ്മുടെ റോക്കി മൗണ്ടെയിൻസ് ഫോം ചെയ്തത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത മൗണ്ടെയിൻ റേഞ്ചിലേക്ക് പോവാം, സൈറ നെവാഡ.